9 മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുമ്പോൾ ദോഹ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ ഒന്നിച്ചുകൂടാൻ അറബ് രാജ്യങ്ങൾ. ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി തിങ്കളാഴ്ച ചേരുകയാണ്. ഇസ്രായേലിന് ഏതു തരത്തിൽ മറുപടി നൽകണം എന്നതും ഉച്ചകോടിയിൽ ചർച്ചയാകും. അതിനിടെ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന വാഗ്ദാനം നിറവേറ്റും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. MG മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ആക്രമണത്തെ അപലപിച്ച പശ്ചാത്തലമുണ്ട്. അതിനപ്പുറത്ത് ഈ ആക്രമണം ഒരു തരം കടന്നുകയറ്റം ആണ് എന്ന വിലയിരുത്തൽ അറബ് രാജ്യങ്ങൾക്കുണ്ട്. അതിന് മറുപടി നൽകണമെന്ന അഭിപ്രായവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടി എത്രത്തോളം പ്രധാനപ്പെട്ടതും നിർണായകവുമായി മാറും? അഭിലാഷ്, കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഏകദേശം 7ഓളം രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നാണ് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊരു കടന്നുകയറ്റം അറബ് മേഖലയിലേക്ക്, അറബ് രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് പ്രത്യേകിച്ച് ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്താനുള്ള ഒരു ശ്രമം, അത് ഈ ഒരു ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു നേതാക്കൾ, ഹമാസിന്റെ നേതാക്കളുമായി ചർച്ച നടത്താനിരുന്നത്. അവിടേക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ്. അത് അമേരിക്ക കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വെടിനിർത്തൽ കരാറിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഈ ഒരു സമാധാന ചർച്ച നടക്കാനിരുന്നത്. അവിടേക്കാണ് ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒത്തുകൂടിക്കൊണ്ട് ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഞായറാഴ്ചയും ഒപ്പം തന്നെ തിങ്കളാഴ്ചയുമാണ് ഇങ്ങനെ അറബ് രാജ്യങ്ങളെല്ലാം കൂടി യോഗം ചേരുന്നത്. തിങ്കളാഴ്ചയാണ് ഉച്ചകോടി ഉള്ളത്. അതിനു മുന്നോടിയായി ഞായറാഴ്ച ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇനി ഈ സമാധാന ചർച്ചകൾക്ക് തങ്ങൾ മധ്യസ്ഥ വഹിക്കണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്നൊരു വ്യക്തമായ തീരുമാനം ഖത്തറും കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, അമേരിക്കയ്ക്കെതിരെ എങ്ങനെയായിരിക്കും ഇനി ഖത്തർ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമേരിക്കയുമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നല്ല ബന്ധം വെച്ചു പുലർത്തി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഖത്തർ. അത്തരത്തിൽ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഈ വിവരം അറിഞ്ഞിട്ട് പോലും, മുൻകൂട്ടി അറിഞ്ഞിട്ട് പോലും അത് ഖത്തറിനെ അറിയിച്ചില്ല എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായും ഉയരുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനി ഈ രാജ്യത്തെ, അതായത് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണങ്ങൾ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഒരു രക്ഷാകവചം എന്ന രീതിയിലാണ് അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ ബന്ധം ഇവർ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു ആക്രമണം നടന്നപ്പോൾ ഇനി എന്തിന് ആ ബന്ധം കാത്തു സൂക്ഷിക്കണം എന്നുള്ള ചോദ്യവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ ഒരു ലോകരാജ്യങ്ങൾ അപലപിച്ച് രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ UN രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒന്ന്, പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കില്ല, അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന രീതിയിൽ, അതിനുവേണ്ടി ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇന്നലെ നടന്ന വെസ്റ്റ് ബാങ്കിൽ, അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു വാഗ്ദാനം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. മറ്റൊന്ന്, ഖത്തറിന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ നൽകുന്നുണ്ട്. അതായത് ഹമാസ് നേതാക്കളെ അല്ലെങ്കിൽ ഹമാസിന്റെ ആളുകളെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കണം, അല്ല എങ്കിൽ ഇതിലും വലിയ ശക്തമായ തിരിച്ചടി നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ള രീതിയിലുള്ള ചില മുന്നറിയിപ്പുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഒരു തരത്തിലും സമാധാന ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിലേക്കോ എത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് പോയാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി നടക്കുന്ന ഈ ഒരു രക്തച്ചൊരിച്ചിൽ, ഗാസയിൽ എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സമയം കൂടുതൽ ഈ വെടിനിർത്തൽ കരാറിലേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നില്ല എങ്കിൽ ഗാസ പൂർണ്ണമായും സ്വന്തമാക്കാൻ അല്ലെങ്കിൽ പിടിച്ചടക്കാൻ കൂടുതൽ സമയം ലഭ്യമാവുകയും ചെയ്യും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഖത്തർ എന്ത് നിലപാട് സ്വീകരിക്കും, ഒപ്പം തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടായിരിക്കും ഇനിയുള്ള, അതാണ് ലോകരാഷ്ട്രങ്ങളടക്കം ഉറ്റുനോക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിലിപ്പോൾ ഈ ഖത്തർ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, അൽത്താനിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം തന്നെ ഇസ്രായേലിന് മറുപടി നൽകേണ്ടതുണ്ട്. അതിന് പ്രാദേശികമായി വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കും. അങ്ങനെ
അയൽ രാജ്യങ്ങളുമായി അടക്കം ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നിലവിലെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത് എന്ന് പറയുന്ന സാഹചര്യം വിലയിരുത്തുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് ഒരു മറുപടി അനിവാര്യമാണ്. അങ്ങനെ ഒരു മറുപടി നൽകാതെ പോകുക എന്നത് അസാധ്യമാണ്. അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്ക് ഈ ഉച്ചകോടി എത്തും എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? ഒരു മറുപടി അനിവാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് അറബ് രാജ്യങ്ങൾ എക്കാലത്തും പറയുന്നതാണ്. ഇസ്രയേലിന്റെ ഗാസ അധിനിവേശം മുതൽ തന്നെ പറയുന്നതാണ് ഇസ്രയേലിന്റെ തക്കതായ മറുപടി കൊടുക്കണം. ഇതാ ഇപ്പോൾ ഒരു അറബി ഇസ്ലാമിക രാജ്യം, പ്രത്യേകിച്ച് ഒരു GCC രാജ്യം ആക്രമിക്കപ്പെടുകയാണ്. ആ രാജ്യത്തെ അല്ല ആക്രമിച്ചത്, അവിടെ താവളമുറപ്പിച്ച ഹമാസിനെയാണ് ആക്രമിച്ചത് എന്ന് പറയുമ്പോഴും ഇവിടെ ബോംബ് വർഷം സംഭവിച്ചിരിക്കുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ്. അങ്ങനെയെങ്കിൽ മറുപടി കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മറുപടിയുടെ നേച്ചർ ഓഫ് ദ റെസ്പോൺസ് അത് ആലോചിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സൈനികമായ മറുപടി കൊടുക്കണം എങ്കിൽ അതിന് അമേരിക്കയുടെ ഒരു ഒത്താശ കൂടി ആവശ്യമുണ്ട്. കാരണം അമേരിക്കയാണ് മിക്ക GCC രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി പാർട്ട്ണർ. അപ്പോൾ അമേരിക്കയുടെ ഒരു സമ്മതമില്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ അറിവില്ലാതെ എങ്ങനെയാണ് ഏകപക്ഷീയമായി ഖത്തറോടൊപ്പം നിൽക്കുന്ന അറബി ഇസ്ലാമിക് രാജ്യങ്ങൾക്കോ ഇസ്രയേലിന് മറുപടി കൊടുക്കുക? അതുകൊണ്ടൊരു സൈനികമായ മറുപടി എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായ ഒന്നാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഉള്ളത് ഒരു ഇക്കണോമിക് ഒരു മറുപടിയാണ്. അവിടെയും ഇസ്രായേലിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ, അറബി ലോകവുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, ഒരു പരിധിവരെ സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അബ്രഹാമിക കരാറുകളിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ 4 അറബി രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ അബ്രഹാമിക് അക്കോർഡ് അത് സൈൻ ചെയ്യുകയാണ്. ഇനി എന്താണ് എബ്രഹാമിക് അബ്രഹാമിക കരാറുകളുടെ ഭാവി? അറബി ലോകം ജൂതരാഷ്ട്രവുമായി സന്ധി ചെയ്യുന്നു എന്ന പ്രതീതി ഇനി അപകടകരമാണ് എന്ന് അറബ് ലീഗിനുള്ളിൽ തന്നെ വലിയ ഒരു ചിന്ത ഉണ്ട്. ആ ചിന്തയൊക്കെ അനൗപചാരികമായിട്ടെങ്കിലും ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അറബ് ലീഗ് സമ്മേളനം വെച്ചിരിക്കുന്നത് ദോഹയുടെ തലസ്ഥാനമായ ഖത്തറിൽ വെച്ചാണ്. അതുകൊണ്ട് ദോഹ പ്രധാനമന്ത്രി അൽത്താനി ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു ബ്രിങ്ക്മാൻഷിപ്പിന്റെ നിലപാടാണ്. ഈ ആഞ്ഞടിക്കുക എന്ന് ഇപ്പോൾ ഖത്തറിനെ വലിയൊരു പ്രസ്താവന സാഹിത്യത്തിലൂടെ ഇസ്രയേലിനെ തളച്ചിടാം എന്നത് ഒരു വശം. അത് വെറും പ്രസ്താവനകൾ മാത്രമാണ്. ഈ പ്രസ്താവനകളൊക്കെ ഇസ്രായേൽ ഏറെ കണ്ടതാണ്. അറബി ലോകത്തിന്റെ പ്രസ്താവനകൾ എപ്പോഴും വരുന്നു. ഇസ്രായേൽ നടത്തുന്ന ഏതാണ്ട് എല്ലാ ആക്രമണങ്ങളെയും അറബി ലോകം കാലാകാലങ്ങളിൽ വിമർശിച്ചു പോന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അറബി ലോകം എപ്പോഴും പ്രമേയങ്ങൾ കൊണ്ടുവരുന്നു. സെക്യൂരിറ്റി കൗൺസിൽ എത്തുമ്പോൾ ആ പ്രമേയങ്ങൾ ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആരെങ്കിലും ഫ്രാൻസോ ബ്രിട്ടനോ വീറ്റോ ചെയ്യുന്ന ഒരു പതിവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. അറബി പക്ഷത്താണ് അല്ലെങ്കിൽ GCC രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ യഥാർത്ഥ മധ്യേഷ്യയിലെ പശ്ചിമേഷ്യയിലെ പങ്കാളി ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിനെ ബെയിലൗട്ട് ചെയ്യാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏതറ്റം വരെ പോയി വേണമെങ്കിലും അമേരിക്ക പ്രവർത്തിക്കും. വേൾഡ് ഒപ്പീനിയൻ മൊബിലൈസ് ചെയ്യുന്നതിന് അമേരിക്കയുടെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് മറുപടിയുടെ രൂപം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പക്ഷേ അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ. അതായത് ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പോലും ഒരു മുന്നറിയിപ്പും നമുക്കറിയാം. ഇതിപ്പോൾ ഭരണകൂട ഭീകരത എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ നടപടിയെ. ഒരു രാജ്യത്തിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ രാജ്യത്തെ അല്ല ലക്ഷ്യം വെച്ചത്, ഹമാസിന്റെ പ്രവർത്തകരെയാണ് അല്ലെങ്കിൽ പോരാളികളെയാണ് എന്ന് പറയുമ്പോഴൊക്കെ ചില അന്താരാഷ്ട്ര നിയമങ്ങൾ കൂടി ഉണ്ടല്ലോ. അതാണ് അമേരിക്കയെ നേരത്തെ സൂചിപ്പിച്ചത്. ഇസ്രായേലിനോട് അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നുവെങ്കിൽ അത് ഒഫീഷ്യലായി തന്നെ ആ രാജ്യത്തെ അറിയിക്കണമെന്നത്. അത് പാലിച്ചില്ല എന്ന് ട്രംപ് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇത് പൊതുവെ ഈ GCCകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതിനെ മറികടക്കേണ്ടതും അനിവാര്യതയല്ലേ? ഒരു നയം മാറ്റം ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ രാജ്യങ്ങൾ, പ്രധാനമായും സൗദി അറേബ്യ, അമേരിക്കയുമായി വലിയ ഒരു സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് മാത്രമല്ല, സൗദി അറേബ്യയുടെ നിക്ഷേപങ്ങളുടെ, അതുപോലെ UAEയുടെ നിക്ഷേപങ്ങളുടെ ഒരു നല്ല പങ്ക് അമേരിക്കയിലെയോ അമേരിക്ക അനുകൂല പ്രദേശങ്ങളിലോ ആണ്. ഇതെല്ലാം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. ഒന്ന് സെക്യൂരിറ്റി താല്പര്യങ്ങൾ, 2 സാമ്പത്തിക താല്പര്യങ്ങൾ. ഇതെല്ലാം ബലി കഴിച്ചുകൊണ്ട് കഠിനമായ ഒരു ഇസ്രായേലി വിരുദ്ധ, സ്വാഭാവികമായി അമേരിക്ക വിരുദ്ധ നിലപാടിലേക്ക് എത്തിച്ചേരാൻ
GCCക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അറബ് ലീഗിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് അറബി രാജ്യങ്ങളുള്ളത്. അമേരിക്കയോട് അത്ര ചേർന്ന് നിൽക്കാത്ത അറബ് രാജ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടം പരിഹരിക്കുന്നതിന് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 4 തട്ടിലായിരിക്കും അവസാന ചർച്ചകൾ. ഇസ്രയേലിന് മറുപടി കൊടുക്കുന്നു എന്ന കാര്യത്തിൽ മാത്രം എല്ലാവരും യോജിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മുൻപൊരു കാലത്തും അറബ് ലീഗ് സംയുക്തമായിട്ട് കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ റെറ്ററിക്ക് മാത്രമേ ഉണ്ടാകൂ. ആക്ഷനിലേക്ക് വരുമ്പോൾ 4 പാടും ചിതറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പല യുദ്ധങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇസ്രായേലിനെതിരെ 4 യുദ്ധങ്ങളെങ്കിലും അറബ് ലോകം സംയുക്തമായി ചെയ്തു. ഈ 4 യുദ്ധങ്ങളിലും അറബ് ലോകത്തിന് നിർണായകമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തെ അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇസ്രായേലിന്റെ പോളിസീസ് ഒരുപക്ഷെ അത് അൺഅക്സെപ്റ്റബിൾ ആയിരിക്കും. ലോകക്രമത്തെ തന്നെ നോക്കുകുത്തിയാക്കുന്ന, അല്ലെങ്കിൽ എല്ലാ സാമാന്യ മര്യാദകളെയും അന്താരാഷ്ട്ര മര്യാദകളെയും കാറ്റിൽ പറത്തുന്ന ഏകപക്ഷീയമായ മുഷ്കും ഒക്കെയാണ് ഇസ്രായേൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്, സംശയമില്ല. പക്ഷെ അത് ഇസ്രായേലിന്റെ പോളിസിയാണ്. അവിടെ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുന്ന ഒരേ ഒരു രാജ്യത്തിന് മാത്രമാണ്, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് മാത്രമാണ്. ഒപ്പം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അല്ല, ഇവിടെ ഒരു ധാരണയുണ്ടോ എന്ന കാര്യം പ്രസക്തമാണ്. കാരണം ഇവിടെ ഒരു ഒത്തുകളി ആരോപണം ഇതിനിടയിൽ ഉയരുന്നതുമുണ്ട്. അതൊരു കോൺസ്പിറസി തിയറി ആയിരിക്കാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഖത്തറിൽ ഹമാസിന്റെ സാന്നിധ്യം ഖത്തറിൽ അനഭലഷണീയമായി വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഖത്തറിന് തന്നെ ഇവരെ എവിക്ട് ചെയ്യുന്നതിന്, ഹമാസിനെ എവിക്ട് ചെയ്യുന്നതിന് ഒരു ഫേസ് സേവിങ് അല്ലെങ്കിൽ ഒരു എവിക്ഷൻ, അതിനുവേണ്ടി തട്ടിക്കൂട്ടിയെടുത്ത ഒരു വ്യാജ ആക്രമണം അല്ലെങ്കിൽ ഒരു സിംബോളിക് അറ്റാക്ക് ആണോ ഇത് എന്നതിനെ കുറിച്ച് പോലും ഇവിടെ സംസാരമുണ്ട്. അതിന് സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നുമില്ല എങ്കിൽ പോലും. അതുകൊണ്ട് ഇതിന്റെ മുനകൾ നീളുന്നത് ഖത്തർ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് അതേക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ട്. അല്ല, പക്ഷേ അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഇതിന് തുരങ്കം വെച്ചതാണ്. അതായത് ഈ സമാധാന ചർച്ചകൾ പോലും വഴിമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന നിരീക്ഷണം നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് ഇനിയിപ്പോൾ ഈ ബന്ദികളാക്കിയിട്ടുള്ളവരുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥതയ്ക്കില്ല എന്ന നിലപാടിലേക്കടക്കം പോകുന്നൊരു സാഹചര്യം, അങ്ങനെയുള്ള മറുഭാഗവും നിലനിൽക്കുകയല്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? അത് കൃത്യമാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ പ്രെഡിക്റ്റബിൾ ഒരു നിലപാട് തന്നെയാണ്. സമാധാന ചർച്ചകൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. സമാധാന ചർച്ചയുടെ പരിസമാപ്തി എന്ന നിലയിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. കാരണം ഹമാസിനെ കംപ്ലീറ്റ് ആയി ഫിനിഷ് ചെയ്യുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ, ഹമാസിന്റെ കൂടി സമ്മതത്തോടെ ഒരു വെടിനിർത്തൽ, അതുപോലെ അങ്ങനെ ബന്ദിമോചനം, അത് ഇസ്രായേലിന്റെ പ്രത്യേകിച്ച് നെതന്യാഹുവിന്റെ താല്പര്യത്തിനെതിരാണ്. അങ്ങനെയെങ്കിൽ ഈ സമാധാന പ്രക്രിയ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, ട്രംപ് കൂടി ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സമാധാന പ്രക്രിയയിൽ ഖത്തർ പങ്കാളിയാകുമ്പോൾ, ഹമാസിനെ കൊണ്ടത് കൺവിൻസ് ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ ഇസ്രായേലിന് പിന്തിരിഞ്ഞു നിൽക്കാൻ ആവാത്തത് കൊണ്ട് ആ സമാധാന പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുക, ആ സമാധാന ദൂതനെ തന്നെ വെറുപ്പിക്കുക എന്ന ഒരു തിയറിയും ഇതോടൊപ്പം തന്നെ പ്രാവർത്തികമാകുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ട്. അതേസമയം ഇസ്രായേലും ഖത്തറും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് മുൻകൂട്ടി അറിയിച്ചിരുന്നോ? ഇത് പുറത്തു പറയുന്നതല്ലേ എല്ലാവരും കേൾക്കുന്നുള്ളൂ. അകത്തട്ടിൽ എന്താണ്, അടിത്തട്ടിൽ എന്താണ് ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. അറബ് ലീഗിലെ മറ്റു രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. പക്ഷെ അമേരിക്കയ്ക്ക് അറിവില്ല എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമാണ്. കാരണം അമേരിക്കയുടെ ആ പ്രദേശത്തെ, മധ്യപൗരസ്യ പ്രദേശത്തെ ഏറ്റവും വലിയ എയർ ബേസ് എന്ന് പറയുന്നത് ഖത്തറിൽ ഉള്ള ദോഹയുടെ അടുത്തുള്ള അൽ ജുദൈദ് എയർ ബേസ് ആണ്. അവിടെ നിന്നും ഉള്ള നിരീക്ഷണ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇസ്രായേലി ഫൈറ്റർ പ്ലെയിനുകൾക്ക് അവിടെ ആക്രമിക്കാൻ കഴിയുക? അതുകൊണ്ട് അമേരിക്ക അറിഞ്ഞില്ല, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത്. അമേരിക്കയ്ക്ക് തന്നെ ഈ ആക്രമണം വേണമെങ്കിൽ തടയാമായിരുന്നു. ഖത്തറിന്റെ എയർ സ്പേസ് സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു. അറബ് രാജ്യങ്ങളുടെയൊക്കെ എയർ സ്പേസ് കൂടി സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും, അവരുടെ ബേസുകളെ മാത്രമല്ല. അല്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അവിടെ എന്തിനാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ന്യായമായും അറബ് ലീഗിലെ രാജ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഒത്തുകളിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടുകയാണ്. അത് മാത്രമല്ല, ഒരു ആക്രമണം നടത്താനാണ്, യഥാർത്ഥ ആക്രമണം നടത്താനാണ് എങ്കിൽ എന്തിനാണ് അമേരിക്കയെ അറിയിക്കുന്നത്? എന്തിനാണ് അമേരിക്ക അത് ഖത്തറിനെ അറിയിക്കുന്നത്? അപ്പോൾ ആക്രമണങ്ങളുടെയൊക്കെ രീതിശാസ്ത്രം നോക്കുമ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിച്ചു 2 മാസം മുൻപ്, ആണവ താവളങ്ങളിൽ ആക്രമണം നടത്തി. പക്ഷെ അതിനു മുൻപ് തന്നെ അറിവ് കൊടുത്തിരുന്നു, ആണവ ഫിസൈൽ മെറ്റീരിയൽ നിങ്ങൾ മാറ്റിക്കൊള്ളൂ, ഞങ്ങൾ ഔപചാരികമായ ചില പ്രതീകാത്മക ആക്രമണങ്ങൾ നടത്തും. അത് സംഭവിച്ചു. അതിനെതിരെ അമേരിക്കയ്ക്കെതിരെ അമേരിക്കൻ താവളങ്ങളിൽ ഖത്തറിൽ ഇറാൻ ആക്രമണം നടത്തി. അതിനു മുമ്പ് അവര് അറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ ഇതാ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് ഖത്തറിന്റെ ലീഡർഷിപ്പിനെ അറിയിക്കുകയാണ്. ഇതൊക്കെ എന്ത് തരം ആക്രമണങ്ങളാണ്? അതുകൊണ്ടാണ് ഈ ആക്രമണത്തിന് പിന്നിലും ഒരു ഒത്തുകളി വിവാദം
വളരെ പ്രബലമായ ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല എങ്കിൽ പോലും ആ തിയറിയെ പൂർണ്ണമായി തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ടാണ് ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഹമാസിനെ ഫിനിഷ് ചെയ്യുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യത്തിന് അനുകൂലമായി ഏതെങ്കിലുമൊക്കെ ശക്തികൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അറബി ലോകത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഖത്തറിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുവോ? ഇതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇതൊന്നും കാണാതെ ആയിരിക്കില്ല ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം, പ്രത്യേകിച്ച് GCC മേഖലയിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന് നാനാർത്ഥങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കൃത്യമായ വിശകലനങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അറബ് ലീഗ് സാധാരണഗതിയിൽ അറബ് ലീഗ് ഒരുമിച്ച് കൂടുന്നു, കുറച്ച് ജിങ്കോയിസം കാട്ടുന്നു, തങ്ങൾ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷെ വാക്കുകൾക്കുപരിയായി ആക്ഷനിലേക്ക് കടക്കുമ്പോൾ എന്ത് പാഠമാണ് പഠിപ്പിക്കാനാവുക എന്നതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. പ്രത്യേകിച്ച് ഇതാണ് നിലവിലെ സാഹചര്യം. ഈ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് ഇസ്രായേലിന് മറുപടി നൽകുക, അതൊരു സൈനികമായ നടപടിയിലേക്ക് കടക്കുക എന്നത് അത്ര എളുപ്പകരമല്ല. മറിച്ച് നയതന്ത്രപരമായി എങ്ങനെ മറുപടി നൽകും. അതേസമയം നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആരോപണങ്ങളുമൊക്കെ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളുമുണ്ട്. അതൊന്നും സാധൂകരിക്കാവുന്ന നിരീക്ഷണങ്ങളല്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ചർച്ചകളാകുമ്പോൾ അത്തരം ചർച്ചകളും സജീവമാണ് താനും. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ് എന്നുള്ളതാണ്. ഇടക്കാല സർക്കാരിനെ ആര് നയിക്കുമെന്നതിൽ ഇപ്പോഴും കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. സുശീല കർക്കിന് ഒപ്പം കുൽമാൻ സിംഗിൻ്റെ പേരും ഇപ്പോൾ സജീവമായി പരിഗണനയിൽ ഉണ്ട്. പാർലമെന്റ് പിരിച്ചുവിട്ട ഭരണഘടനാ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമാണ് ജൻസി പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്. മിഥുൻ തന്നെ തുടരുന്നുണ്ട്. മിഥുൻ, ഇതിലിപ്പോൾ ഈ ജൻസികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവർ തന്നെ ഭിന്നിച്ചു നിൽക്കുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടല്ലോ. അത് ഏത് തരത്തിലാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിന് വഴിവെച്ചിട്ടുള്ളത്? ജൻസി പ്രക്ഷോഭകരിൽ 3 പേരാണ് അതിൽ അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ആ 3 പേരിൽ ആരാണ് ഈ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിലാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉരുത്തിരിയുകയും ചെയ്തിരിക്കുന്നത്. അക്കാര്യത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുൽമാൻ ഗിൽ സിംഗിൻ്റെ പേരാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്ത് പറഞ്ഞ് കേൾക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം തന്നെ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെ എന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നേപ്പാളിനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ മറ്റൊന്ന്, ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു ഭാഗികമായെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന വിവരങ്ങൾ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേപ്പാളിൽ പിടിച്ചുലക്കിയ സംഭവങ്ങൾ, പാർലമെന്റ് മന്ദിരം തകർക്കുന്നു, ഒപ്പം തന്നെ സുപ്രീം കോടതി തകർക്കുന്നു, സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തകർക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ അന്തരീക്ഷം, ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രിമാരുടെ വസതികൾ തകർക്കുന്നു, മന്ത്രിമാരെയും ഒക്കെ കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അവരെന്തായിരുന്നു ഈ ഒരു പ്രക്ഷോഭത്തിലൂടെ ഉദ്ദേശിച്ചത്, അത് നേടിയെടുക്കാൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതായത് പ്രക്ഷോഭം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഈ ഒരു ആപ്പുകൾക്ക് വേണ്ടി നിരോധനം ഏർപ്പെടുത്തിയ നടപടിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ ആവശ്യം, ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സർക്കാർ അത് താഴെ ഇറങ്ങണം, അതായത് ഒലിയടക്കമുള്ള നേതാക്കൾ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു രണ്ടാമതായി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അത് കാണുകയും ചെയ്തതാണ്. ഉച്ചയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു. പിന്നാലെ പ്രസിഡന്റ് രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു, മറ്റു മന്ത്രിമാർ രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യം. അങ്ങനെ എല്ലാ തരത്തിലും പ്രക്ഷോഭർ ഉന്നയിച്ച വാദങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതാണ്. പക്ഷേ പിന്നാലെ കണ്ടത് പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് സൈന്യം പൂർണ്ണമായും അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ത്തിൻ്റെ മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കി ചില കാര്യങ്ങളുണ്ടായിരുന്നു. ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രക്ഷോഭകരിൽ ആരാണ് നയിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവരിൽ ആര് ചർച്ചയ്ക്ക് വരുമെന്നുള്ളതാണ്. അവർക്കൊരു നേതാവ് പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലാത്തതാണ് ഇതിലൊരു പ്രതിസന്ധിയായി നിലനിൽക്കുകയും ചെയ്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉയർത്തിരിയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂടിയാലോചിച്ചുകൊണ്ടാണ് ഈ 3 പേരുടെ പേര് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു പേരായിരുന്നു. പക്ഷേ അതിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പ്രത്യേകിച്ച് അവർ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് അന്നത്തെ പോലീസ് മേധാവിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഇവരെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയ നടപടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായും എത്താനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഏവരും വിലയിരുത്തുകയും ചെയ്യുന്നു. മറ്റൊരു പേര് കാഠ്മണ്ഡുവിലെ മേയറിൻ്റെ ബാലേന്ദ്ര ഷായുടെ പേരാണ് പ്രധാനമായും എടുത്തു പറയുന്ന പേര്. കാരണം പ്രത്യേകിച്ച് ഈ
ജൻസി വിഭാഗങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഒരു നേതാക്കളിൽ ഒരാളാണ്. ഒപ്പം തന്നെ മുൻകാലങ്ങളിലും സർക്കാരിൻ്റെ ഈ അഴിമതിക്കും ഒപ്പം തന്നെ മറ്റ് ആരോപണങ്ങൾക്കും ഒക്കെ ശക്തമായ രീതിയിൽ റാപ്പുകളിലൂടെ പാട്ടുകളിലൂടെ മറുപടി നൽകിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. ഒപ്പം സ്വതന്ത്രമായി വിജയിച്ച് കയറിയ മേയർ സ്ഥാനത്തേക്ക് വിജയിച്ച് കയറിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ബാലേന്ദ്ര ഷാ. അങ്ങനെ ഈ 3 പേരുടെ പേരായിരുന്നു പ്രധാനമായും ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിലൊരു പേരിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ ഇതിലൊരാളെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കാനാകുമെന്ന് തന്നെയാണ് ഇവരും വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്തായാലും സമാധാനം ഒരു വശത്ത് പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. യെസ്, എന്തായാലും കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷായുടെ പേര് അടക്കമൊക്കെ സജീവമായി പരിഗണനയിലുണ്ട്. പക്ഷേ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പക്ഷേ അക്രമ സംഭവങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്, അക്രമ സമരത്തിന് അയവ് വന്നിട്ടുണ്ട് എന്നത് ആശാവഹമാണ് താനും. വലതുപക്ഷ ആക്ടിവിസ്റ്റായിരുന്ന ചാർലി കിർക്കിനെ വെടിവെച്ചയാളുടെ ദൃശ്യങ്ങൾ പുറത്ത്. വെടിവെച്ച ശേഷം അക്രമി സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് FBI പുറത്തുവിട്ടിട്ടുള്ളത്. നേരത്തെ കറുത്ത തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ചയാളുടെ ചിത്രം പുറത്തുവിട്ടിരുന്നു. ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ ഇക്കാര്യം അധികൃതരെ അറിയിക്കണം എന്നും FBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അത് അറിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും പ്രസിഡന്റിൻ്റെ അടുത്ത ആൾ കൂടിയായിരുന്നു കിർക്ക്. ഇങ്ങനെ ഒരാൾ വെടിയേറ്റ് മരിച്ച് ഇപ്പോഴും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും അതിനൊക്കെ അപ്പുറത്ത് നാണക്കേടുണ്ടാക്കുകയുമാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. Some palm impressions. There's some smudges, some places we're looking to collect DNA. There's a shoe imprint dropping off the building. He moved around across this grassy area, around the parking lot. We're going to pan to the right. Hat with that triangle logo, and again the T-shirt, blue jeans, and you get a good. Did that? He left. Some palm impressions. മറ്റൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് ബ്രസീലിൽ നിന്നാണ്. അവിടെ സൈനിക അട്ടിമറി ഗൂഢാലോചന കേസിൽ മുൻ പ്രസിഡന്റ് ജെയിൻ ബോൾസോനാരോയ്ക്ക് 27 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. കലാപം ഉണ്ടാക്കാൻ ശ്രമം ഉൾപ്പെടെ 5 കുറ്റങ്ങൾ തെളിഞ്ഞതായാണ് സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ ബെഞ്ച് വിധിച്ചിട്ടുള്ളത്. 5 അംഗ ബെഞ്ചിൽ 4 പേരും ബോൾസോനാരോ കുറ്റക്കാരൻ എന്ന് വിലയിരുത്തി. പക്ഷേ ഒരാൾ വ്യത്യസ്തമായ വിധിയാണ് എഴുതിയിട്ടുള്ളത്. നിലവിൽ ബോൾസോനാരോ വീട്ടുതടങ്കലിൽ ഉള്ള സാഹചര്യം ആണ് എങ്കിലും ഉടൻ തടങ്കലിലേക്കും മറ്റും മാറ്റില്ല എന്നുള്ളതാണ് പൊതുവെ റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് വലിയ ജനസമ്മതനായിട്ടുള്ള നിരവധി അനുയായികൾ ഉള്ള ആൾ കൂടിയാണ് ബോൾസോനാരോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോൾസോനാരോയ്ക്ക് 27 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുമ്പോൾ അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. അമേരിക്ക അടക്കം ഇത്തരം നീക്കത്തെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. ബോൾസോനാരോയ്ക്ക് ശിക്ഷ വിധിക്കുക എന്നത് ഒരു തരത്തിൽ ഉള്ള രാഷ്ട്രീയ പകപോക്കൽ ആണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോൾസോനാരോ അപ്പീൽ നൽകുമോ, അപ്പീൽ നൽകിയ ശേഷമായിരിക്കുമോ ബോൾസോനാരോയുടെ ശിക്ഷ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക എന്നതെല്ലാം അറിയേണ്ടതുണ്ട്. 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലുലാ ഡിസിൽവയുടെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ ഉപയോഗിക്കാൻ ഗൂഢാലോചന നടത്തി, അനുഭാവികളെ ഉപയോഗിച്ച കലാപം നടത്താൻ ശ്രമിച്ചു എന്നത് അടക്കമുള്ള കുറ്റങ്ങൾ ആണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട്
മറ്റു വാർത്തകളിലേക്ക് താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദം ചർച്ചയായേക്കും. വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന 5 അംഗ ആഭ്യന്തര സമിതിയിൽ ആരൊക്കെ എന്നതിൽ തീരുമാനമുണ്ടാകും. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷമുള്ള 2ാമത്തെ എക്സിക്യൂട്ടീവ് യോഗമാണ് ചേരുന്നത്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്തൊക്കെ എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, താരസംഘടനയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള 2ാമത്തെ എക്സിക്യൂട്ടീവ് യോഗമാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നത്. ഏകദേശം 10:30 തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും അവരുടെ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അജണ്ട മറ്റ് ചില കാര്യങ്ങൾ, അവരുടെ സാമ്പത്തിക കാര്യങ്ങളും ഒപ്പം ഈ കൈനീട്ടം കൊടുക്കുക അങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള സ്ഥിരം ചെയ്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ആയിരിക്കും ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള മെമ്മറി കാർഡ് വിവാദത്തിൽ ഈ താരസംഘടനയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് നടി പൊന്നമ്മ, ബാബു, പ്രിയങ്ക ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി പോലീസിനെ അടക്കം സമീപിക്കുന്ന സാഹചര്യം മുന്നിൽ നിൽക്കെ ഇനിയും ഈ ഒരു വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ അന്വേഷണ സമിതിയെ കഴിഞ്ഞ തവണ ചേർന്ന എക്സിക്യൂട്ടീവിൽ തന്നെ ഈ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. പക്ഷെ അതിൽ അംഗങ്ങൾ ആരൊക്കെയാണ് ഇതിലൊരു മേൽനോട്ടം വഹിക്കുന്നതെന്നതിൽ ആൾക്കാരെ തിരഞ്ഞെടുത്തിരുന്നില്ല. അതിൽ ഇന്ന് ആരൊക്കെയായിരിക്കും ഈ ഒരു സമിതിയിൽ ഉണ്ടാകുക, ആരുടെ നേതൃത്വത്തിലായിരിക്കും ഇത് അന്വേഷിക്കുക എന്നതിലായിരിക്കും ഇന്ന് ആ ഒരു വിഷയം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ 10:30 തന്നെ യോഗം ആരംഭിക്കും. ഉച്ചയോടുകൂടി നമുക്ക് ഇതിലൊക്കെ ഒരു വ്യക്തത കൈവരാനാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്. മകന്റെ കുത്തേറ്റ് കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫ് അപകടനില തരണം ചെയ്തു. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗ്രേസി. പരാതിയില്ലാത്തതിനാൽ നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. മകൻ ഷെഫിൻ ജോസഫ് ഒളിവിലാണ്. നവമി തന്നെയാണ് ചേരുന്നത്. നവമി, ഇതിലിപ്പോൾ പരാതിയില്ല എന്ന് പറയുമ്പോൾ പോലും മകൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. വളരെ ഗൗരവമേറിയ ഒന്നായി ഇത് മാറുന്നുണ്ടല്ലോ. ഒരു ഒഫീഷ്യൽ പരാതി അല്ലെങ്കിൽ പോലീസിൽ പരാതി ഇല്ല എന്ന് പറയുമ്പോൾ പോലും. അഭിലാഷ്, ഇന്നലെ രാത്രിയാണ് മുൻ കൗൺസിലറായിരുന്ന ഗ്രേസി ജോസഫിന്റെ മകന്റെ കുത്തേറ്റത്. 3 കുത്തായിരുന്നു മകൻ ഗ്രേസിയുടെ ദേഹത്തെ ഏൽപ്പിച്ചത്. എന്തായാലും അപകടനില ഗ്രേസി തരണം ചെയ്തു എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നോർത്ത് സ്റ്റേഷനിലാണ് പോലീസ് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അമ്മയ്ക്ക് ഈ ഗ്രേസിക്ക് മകനെതിരെ പരാതിയില്ല എന്ന് നേരത്തെ തന്നെ കുടുംബം അറിയിച്ചിരുന്നു. പക്ഷേ ഇതിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം 2 പ്രധാനപ്പെട്ട ആരോപണം. ഒന്ന്, ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. അതായത് അമ്മയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. അതിൽ പോലീസിന് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം. അല്ലാതെങ്കിൽ ഈ മകൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചതെന്നാണ് കുടുംബം നൽകുന്നത്. അങ്ങനെയാണ് ഗ്രേസിയും പറയുന്നത്. ആ രീതിയിലുള്ള ഒരു തർക്കമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കലൂരിൽ ആ കടയിൽ വെച്ചാണ്, ഗ്രേസിയുടെ ഒരു കടയുണ്ട്, ആ കടയിൽ വെച്ചാണ് ഈ മകനും ഗ്രേസിയും തമ്മിൽ തർക്കമുണ്ടാകുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഗ്രേസിയെ കുത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ലഹരിക്ക് അടിമയാണെങ്കിൽ ആ രീതിയിലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകാം. എന്തായാലും തൽക്കാലം FIR പോലീസിന്റെ ഭാഗത്തു നിന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഗ്രേസിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഗ്രേസിയെ ഒന്ന് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പോലീസ് ഗ്രേസിയുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും കേസെടുക്കാൻ കഴിയുമോ എന്ന രീതിയിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗ്രേസി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മകൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. പരാതിയില്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങേയറ്റം ഗൗരവതരമായ ഒന്നാണ്. അമ്മയെയാണ് മകൻ കുത്തി പരിക്കേൽപ്പിച്ചത്. അതും നിരവധി തവണ കുത്തി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നത് ആശ്വാസകരവുമാണ്. CPI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്ന് രാവിലെ പ്രവർത്തന റിപ്പോർട്ടുമേലുള്ള ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി പറയും. രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകൾ സംബന്ധിച്ച ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, നേതൃത്വത്തിന് നേരെ, സംസ്ഥാന സർക്കാരിന് നേരെ, വകുപ്പ് മന്ത്രിമാർക്ക് നേരെ അങ്ങനെ വലിയ വിമർശനങ്ങൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം തന്നെ തുടരും എന്നുള്ളതല്ലേ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ?
അഭിലാഷ 25 പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ ഇന്ന് സമാപനമാവുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന രാഷ്ട്രീയ റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും മേലുള്ള ചർച്ചയായിരുന്നു ഇന്നലെ നടന്നത്. പൊതു ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായെന്ന് തന്നെ പറയാം. എന്നാൽ അത്ര കണ്ട് രൂക്ഷമായ ഒരു ചർച്ച ഇത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം തന്നെ ഇത്തവണയും സംസ്ഥാന അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറിയായി തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റു വിയോജിപ്പുകൾ ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് സമ്മേളനത്തിന്റെ 3ാം ദിനമാണ്. ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനമുണ്ട്. ഇന്ന് രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. അതിനുശേഷം അതായത് സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം ഇന്നലെ ഉയർന്നു വന്ന രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലും പ്രവർത്തകർ നടത്തിയ പൊതു ചർച്ചയ്ക്ക് മേലുള്ള മറുപടി ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകും. അതിനുശേഷം സംസ്ഥാന കൗൺസിലിന്റെ തിരഞ്ഞെടുപ്പുണ്ട്. സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുക്കുന്നത് കൺട്രോൾ കമ്മീഷന്റെ തിരഞ്ഞെടുപ്പോടുകൂടി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുന്നതോടുകൂടി സമ്മേളനം അവസാനിക്കും. അതിനുശേഷം 25ാം പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെ കൂടി തിരഞ്ഞെടുക്കുന്നതാണ്. വലിയ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതായത് നമ്മൾക്ക് ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ റിപ്പോർട്ടിലും ഒപ്പം തന്നെ പ്രവർത്തക റിപ്പോർട്ടിലും അത്ര കണ്ട സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നില്ല എന്ന് തോന്നുമെങ്കിൽ പോലും പലയിടങ്ങളിലും അതിരൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ച് CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ സംബന്ധിച്ചും അതിന്മേൽ സർക്കാർ നടത്തുന്ന ഇടപെടലിനെ കുറിച്ചും അങ്ങനെ ഒരു കൈവിലങ്ങിട്ട രീതിയിൽ കൂച്ചുവിലങ്ങിട്ട രീതിയിലാണ് CPIയുടെ മന്ത്രിമാരെ അടക്കം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ വലിയ രീതിയിൽ CPIയിലെ വകുപ്പുകളുടെ മന്ത്രിമാർക്ക് മാത്രം നേരിടേണ്ടി വരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇതിനകത്ത് സംസ്ഥാന നേതൃത്വം എന്നുള്ള രീതിയിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള രീതിയിൽ ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം അത്തരത്തിലൊരു ഇടപെടൽ നടത്തുവാനോ അല്ലെങ്കിൽ കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ബിനോയ് വിശ്വത്തിന് നേരെ ഉയർന്നു വന്നിരുന്നു. വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇടതു മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് CPI. പക്ഷേ അവർ ഉൾപ്പെടുന്ന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരെയും ഒപ്പം പോലീസിനെതിരെയും വലിയ വിയോജിപ്പ് ഉയർന്നു. പൂരം കലക്കൽ അടക്കമുള്ള വിഷയങ്ങൾ CPI നേരത്തെ തന്നെ അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത് പ്രവർത്തകർ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ആ കാര്യങ്ങൾ സൂചിപ്പിക്കാത്തത് ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന പൊതു ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനം MR അജിത് കുമാറിനെതിരെ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിന് BJPയുമായുള്ള ബന്ധത്തിന്റെ അടുപ്പം കൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു പ്രത്യേക താല്പര്യം അജിത് കുമാറിന് മേൽ കാണിക്കുന്ന അടക്കമുള്ള രൂക്ഷ വിമർശനം ഉയർന്നു. പോലീസ് മർദ്ദനത്തിനെതിരെയുള്ള വിമർശനങ്ങൾ നടന്നു. ഇത്തരത്തിൽ അജിത് കുമാറിനെ പോലെയുള്ള BJP അല്ലെങ്കിൽ RSS താല്പര്യമുള്ളവർ തലപ്പത്തിരുന്നാൽ പോലീസ് സ്റ്റേഷനുകളിലെത്തുന്ന ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എന്നല്ല സാധാരണ ജനം വരെ ഇടിമേടിക്കും എന്നുള്ളതടക്കമുള്ള അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇന്നലെ കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് വന്നത്. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കർഷകർ മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവർക്ക് നൽകാനുള്ള ആനുകൂല്യം നൽകാതെ സർക്കാർ കബളിപ്പിക്കുന്നു. ഒരു വാഗ്ദാനം പോലും പാലിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഇന്നലത്തെ പൊതു ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. സർക്കാർ പ്രത്യേകിച്ച് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ CPI ഉന്നയിക്കുന്ന ആ വിമർശനങ്ങൾക്ക് വളരെ പ്രസക്തിയുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ഉയർന്നു വന്ന അതായത് ഈ പല ഘട്ടങ്ങളിലും എടുക്കേണ്ട സമീപനങ്ങൾ കൃത്യമായ ഒരു നിലപാട് ധൈര്യപൂർവ്വം നിലപാടെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. CPI നേതൃത്വം അത്തരത്തിൽ CPI എന്താണ് എന്നുള്ളതും അതിന്റെ നിലപാട് എന്താണെന്നുള്ളതും ഓർമ്മപ്പെടുത്തി തന്നെ വേണം മുന്നണിയിൽ നിലനിന്ന് പോകാൻ. അത്തരം ഇടപെടൽ ഇച്ഛാശക്തി ഇല്ലായ്മ കാണിക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ബിനോയ് വിശ്വത്തിനെതിരെയും ഒക്കെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇന്ന് അതിനുള്ള മറുപടി ബിനോയ് വിശ്വം നൽകും. അതിനുശേഷമായിരിക്കും സംസ്ഥാന കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പും സംസ്ഥാന സെക്രട്ടറിയുടേതടക്കമുള്ള കാര്യങ്ങളും. CPI സംസ്ഥാന സമ്മേളനത്തിൽ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. നേതൃത്വത്തിന് നേരെയുണ്ട്, അതോടൊപ്പം തന്നെ സർക്കാരിന് നേരെയുണ്ട്, വകുപ്പ് മന്ത്രിമാർക്ക് നേരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിന് മറുപടി ഉണ്ടാകും. ഒപ്പം പുതിയ ഭാരവാഹികൾ, അതിൽ ബിനോയ് വിശ്വത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പോലീസ് എടുത്ത കേസ് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയില്ല. കോട്ടയം സ്വദേശി പ്രദീപിനെതിരെ കേസെടുത്തത് വ്യാജമാണ് എന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് വ്യക്തമായിരുന്നത്. വ്യാജ കേസെടുത്ത ആറന്മുള CA ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടിയും ക്രൈംബ്രാഞ്ച് ADGP DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. വ്യാജ കേസിൽ 21 ദിവസം ജയിലിൽ കഴിഞ്ഞതോടെ അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെയായി എന്നാണ് പ്രദീപ് പറയുന്നത്. 2014 സ്ഥാപന ഉടമ കോഴഞ്ചേരി സ്വദേശി ബിജു മാത്യുവിന്റെ ചെക്ക്
മോഷ്ടിച്ച് വ്യാജ ഒപ്പിട്ട് 55 ലക്ഷം രൂപ പ്രദീപ് തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. 2014 ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ധാരാളം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ കമ്മീഷനും ലാഭവിഹിതമൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5 കോടി രൂപയുടെ അടുത്ത് കിട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ തരേണ്ട സമയത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പൈസ തരേണ്ട ആൾ, അതൊരു ബിജു മാത്യു എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു RBIയിലെ ജോലിക്കാരനുണ്ട്, പളനിസ്വാമി. ഈ പളനിസ്വാമിയുടെ ഫ്രണ്ടും അവർ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞ്, വിൻസെൻ്റ് പോൾ സാറ്. അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട SP രാഹുൽ R നായരെ ബന്ധപ്പെട്ട് അദ്ദേഹം കോഴഞ്ചേരി CA ആയിട്ടുള്ള ദിലീപ് ഖാനോട് പറഞ്ഞ് എന്നെ ഒരു വ്യാജ പരാതിയിൽ, കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു. എൻ്റെ വീട് റെയ്ഡ് നടത്തി. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ, കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ 21 ദിവസം റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങി. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അത് അനന്തകൃഷ്ണൻ സാറ്, ADGP ആയിട്ടുള്ള അന്നത്തെ അനന്തകൃഷ്ണൻ സാറിന് ആ ഫയൽ ഫോർവേഡ് ചെയ്തിട്ട് അനന്തകൃഷ്ണൻ സാറ് അത് KG സൈമൺ എന്ന് പറഞ്ഞ SPക്ക് കൊടുത്ത് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഈ കേസ് ഫോൾസ് കേസായിട്ട് റിപ്പോർട്ടായി. കേസായിട്ട് റിപ്പോർട്ടാകാൻ അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ചെക്ക് മോഷ്ടിച്ച് ഒപ്പിട്ട് 51 ലക്ഷം രൂപ എഴുതി എടുത്തു എന്നായിരുന്നു കേസ്. ആ കേസിൽ അത് ഫോറൻസിക്കിന് വിട്ടപ്പോഴത്തേക്ക് ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ ആ ചെക്ക് വ്യാജമല്ല, അത് കറക്റ്റായിട്ടുള്ള ചെക്കായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പം ആ എമൗണ്ട് പോലും അവർ എൻ്റെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയി. വാർത്തയുടെ വിശദാംശങ്ങളുമായി G ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇതിപ്പോൾ ഈ വ്യാജ കേസിന് ഇരയായ വ്യക്തിയുടെ നേരിട്ടുള്ള പ്രതികരണമടക്കമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതി അല്ലെങ്കിൽ ഇതൊരു വ്യാജ കേസായിരുന്നു എന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്യുകയും ചെയ്തല്ലോ, CA ദിലീപ് ഖാനെതിരെ. ഈ ദിലീപ് ഖാൻ അങ്ങനെ ഒരു നടപടി പിന്നീട് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ, അതെയോ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ പിന്നീട് തുടരുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്? സ്വതന്ത്രനായി തുടരുന്നു എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരാതി. അഭിലാഷ്, വളരെ ഖേദകരമായ സാധനമാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രതികാരം ആർക്കെങ്കിലും ഉണ്ടായാൽ അത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് 10-21 ദിവസം ഒരാളുടെ ജീവിതം തന്നെ തകർത്തുകൊണ്ട് ജയിലിലിടാം. ഒരാൾ ജയിലിൽ ഒരിക്കൽ കിടന്നാൽ പിന്നെ എത്രത്തോളം നിരപരാധിയാണ് എന്ന് ഇപ്പോൾ പ്രദീപ് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. താൻ കുറ്റവിമുക്തനാണ്, ഈ കേസ് വ്യാജമാണ് എന്ന് ക്രൈംബ്രാഞ്ച് ADGP തന്നെ DGPക്ക് കൊടുത്ത റിപ്പോർട്ടാണ് നമ്മൾ കാണിക്കുന്ന ഒന്ന്. അതിൽ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും പക്ഷേ കുടുംബ ബന്ധങ്ങൾ പോലും അകലുന്ന നിലയിലേക്ക്, സ്വന്തം ഭാര്യയും മക്കളും കൂടെയുണ്ട്, പക്ഷെ മറ്റ് ആളുകളൊക്കെ മറ്റടുത്ത ബന്ധുക്കളൊക്കെ പല പരിപാടികൾക്കും പോലും വിളിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഒരാളുടെ കുടുംബം ഫലത്തിൽ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് കേസിലൂടെ, ഈ വ്യാജ കേസിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രദീപ് ആരോപിക്കുന്നത് വിൻസെൻ്റ് പോൾ, രാഹുൽ R നായർ ഇവരുടെയൊക്കെ പേരുകൾ ഉണ്ടാക്കാലത്തത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ദിലീപ് ഖാന് വീഴ്ച വന്നിട്ടുണ്ട്. പ്രാഥമിക പരിശോധന പോലും, തെളിവ് പോലും ശേഖരിക്കാതെയാണ് അറസ്റ്റ് ഉണ്ടായത്. റെയ്ഡ് നടത്തി അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഈ വ്യാജ ചെക്ക് പ്രദീപ് സ്വന്തം നിലയിൽ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു. അതിന് ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തി. ആ പരിശോധനയിലും ആ ചെക്ക് വ്യാജമല്ല, അത് കൃത്യമാണ്, ഉടമ തന്നെ ഒപ്പിട്ടതാണ് എന്ന് വ്യക്തമാകുന്നു. അതായത് ഈ പ്രദീപ് പറഞ്ഞത് പ്രകാരം ഈ 5 കോടി രൂപ ഈ വിവിധ കമ്മീഷനുകൾ കിട്ടേണ്ടത് ചോദിച്ചപ്പോൾ ഈ ഉടമയായ ബിജു മാത്യു നൽകിയ പരാതിയാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഫലത്തിൽ പ്രദീപിനെ കുടുക്കിയത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് വസ്തുതയാണ് എന്ന് ക്രൈംബ്രാഞ്ച്
നടത്തിയ അന്വേഷണത്തിലും വ്യക്തമാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിയില്ല. ഒരു വശത്തെ പ്രദീപ് ജീവിതത്തിലേക്ക് സ്വന്തം നിലയിൽ തിരിച്ച് കയറി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു കേസുകൾ, ഇത്തരം വ്യാജ കേസുകൾ, ഇത്തരം ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികൾ, ഇതൊക്കെ എത്രത്തോളമാണ് ഒരു മനുഷ്യനെ, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ബാധിക്കുന്നത് എന്നതാണ് പ്രദീപിന്റെ ജീവിതം വ്യക്തമാക്കുന്നത്. ഫലത്തിൽ 2015 ആണ് ഈ റിപ്പോർട്ട് പോയത്. പക്ഷേ ഇത്ര കാലമായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇത്തരം ക്രിമിനലുകളായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്നുള്ളതാണ് പ്രദീപ്. തീർച്ചയായും അവിടെ ശ്രീജിത്ത്, പ്രദീപ് സൂചിപ്പിക്കുന്ന അനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടന്നിരുന്നു. അവിടെ 5 കോടിയോളം രൂപ കമ്മീഷനും ലാഭവും ഒക്കെയായി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രദീപ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വാഭാവികമായും ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെ വലിയ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സംശയം തന്നെ ഉണ്ടാകാം, എങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാകുന്നത്. അതിനിടയിലാണ് പോലീസ് പിടിച്ച് അകത്തിടുന്നത്. അപ്പോൾ ഇവനും വലിയ തട്ടിപ്പുകാരനാണ്, അങ്ങനെ തട്ടിപ്പിലൂടെ ആയിരിക്കും പണം ഉണ്ടാക്കിയത് എന്ന ഒരു പൊതുവിശ്വാസവും ധാരണയും ഒക്കെ ആളുകൾക്കുണ്ടാകാം. അത് പ്രദീപിന് ഉണ്ടാക്കിയിട്ടുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ, മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന സാഹചര്യം, അതിനൊക്കെ ഇടയിൽ ശ്രീജിത്ത്, ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ ഈ ഇടിമുറികൾ എന്നുള്ളത്. അതായത് പോലീസുകാർ എന്ത് ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും അവർക്കൊരു പ്രശ്നവുമില്ല, അവർക്ക് തുടർന്ന സേവനത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാം, അതിനെ സംരക്ഷിക്കാൻ എപ്പോഴും ഭരണകൂടമുണ്ടാകും എന്നുള്ളതാണ്. അതും വലിയ തെറ്റായൊരു സന്ദേശമല്ലേ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീജിത്ത്? തീർച്ചയായും അഭിലാഷ്, അതുണ്ട്. ഇപ്പോൾ പ്രദീപിന് ശാരീരിക മർദ്ദനമൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് പ്രദീപ് പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അക്കാലത്ത് 2014 വർഷമൊക്കെ നമുക്കറിയാം, നോട്ട് നിരോധനമോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല, പണം കയ്യിൽ വെക്കുന്നതിന് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ ഈ സ്വന്തം പണമടക്കം പ്രദീപ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ അപഹരിച്ചു പോയി എന്നുള്ളതാണ് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത്. ബാങ്ക് ട്രാൻസാക്ഷനോ അങ്ങനെ ഒരു നിലയൊന്നും അല്ലാത്തതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ഫലത്തിൽ ആ നിലയിൽ വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് യാതൊരു തെളിവുമില്ലാതെ ഒരാൾക്കെതിരെ ഒരു പരാതി വന്നാൽ നേരെ അയാളെ 21 ദിവസത്തേക്ക് വരെ റിമാൻഡ് ചെയ്യുന്ന നിലയിൽ, അപ്പോൾ ആദ്യഘട്ടത്തിൽ കോടതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾ തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സ്വാഭാവികമായിട്ടും അയാളെ അവിടെ റിമാൻഡ് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അതിൽ കോടതികളെ നമുക്ക് ഇപ്പോൾ കുറ്റം പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫലത്തിൽ ഒരു ക്രിമിനലായി മാറുന്നു എന്നുള്ളതാണ് ദിലീപ് ഖാൻ എന്ന അന്നത്തെ ആറന്മുള CIക്കെതിരെയാണ് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത്. അയാൾ നടത്തിയ ഇടപെടലുകൾ അത്യന്തം തെറ്റാണ്. ഈ കേസിന്റെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുമ്പോൾ പോലും അതിനെക്കുറിച്ചും ഇത് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ, ക്രൈംബ്രാഞ്ച് ADGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഈ FSL റിപ്പോർട്ടുണ്ട്, അതായത് ഫോറൻസിക് ലാബിൽ ഈ ചെക്ക് സംബന്ധിച്ചുള്ള പരിശോധനാ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഫലത്തിൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തു. അതായത് യാതൊരു തെളിവില്ലാതെ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഒടുവിൽ ഈ കേസിൽ ഇത്തരം റിപ്പോർട്ട് നൽകിക്കൊണ്ടാണ് പ്രദീപ് കുറ്റവിമുക്തനാകുന്ന നിലയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഉന്നത പോലീസ് ഇടപെടലിനെ കുറിച്ച് പ്രദീപ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെ സാധാരണ നല്ലവരായ പോലീസുകാരുടെ പോലും ക്രെഡിബിലിറ്റി തകർക്കുന്ന മനുഷ്യരാണ്. മനുഷ്യർ എന്നവരെ വിളിക്കാൻ ഒരുപക്ഷെ കഴിയില്ല. കാരണം പല ജീവിതങ്ങളും തകർത്തെറിയുന്നവരാണ് ഇവർ എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ, ഈ പ്രദീപിന്റെ അനുഭവത്തിൽ പോലീസിന്റെ തന്നെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGP DGPക്ക് നടപടി ശുപാർശ ചെയ്തുകൊണ്ട് സമർപ്പിച്ച് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. എന്തായാലും പ്രദീപ് പക്ഷേ ഈ പ്രശ്നങ്ങളിലൊന്നും നിൽക്കാതെ വീണ്ടും മറ്റ് ജോലികളിലേക്ക്, ഇതായ ശേഷം ജോലികൾ ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പഴയ കുടുംബാംഗങ്ങൾ ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് പ്രദീപ് തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നാട്ടിലെ, അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരവസ്ഥ. ഒരിക്കൽ അറസ്റ്റിലാകപ്പെട്ടാൽ അയാൾ പിന്നെ നിരന്തരം കുറ്റവാളിയാണ്. അയാൾ തെറ്റ് ചെയ്തോ ഇല്ല. ഇപ്പം നിരവധി കേസുകൾ ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അഭിലാഷ്. ദിവസങ്ങൾ റിമാൻഡിൽ ആകുന്ന കേസുകൾ, പോക്സോ കേസിൽ പോലും പ്രതിയാണ്. ഈ പ്രതികാരത്തിന്റെ ഭാഗമായി പോക്സോ കേസുകൾ പോലും കൂടുന്നൊരു കാലമാണ് ഇത് എന്നുള്ളതാണ്. അവിടെയാണ് ഇത്തരം സംഭവങ്ങൾ 2014 ഉണ്ടായ സംഭവമാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ മുറിവ് പ്രദീപിന് മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ സമീപിക്കുകയും ഈ ഒരു അനുഭവം തീർച്ചയായും പ്രദീപ് പങ്കുവയ്ക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. പ്രദീപിന്റെ ഈ അകന്നു നിൽക്കുന്ന മനുഷ്യർ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകട്ടെ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി എടുത്ത് പറയുകയും ചെയ്യുന്നു. ദിലീപ് ഖാൻ എവിടെയോ
കോഴിക്കോട് ജില്ലയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയോ ഇപ്പോഴും സുരക്ഷിതമായി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രദീപിൽ നിന്നടക്കം നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, യെസ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. ലൈംഗിക ആരോപണ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ ആലോചന. അന്തിമ തീരുമാനം ഉടൻ വേണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. സഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ നടപടി ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും. രാഹുലിന് എതിരെ നടപടിയെടുക്കാൻ ഇടയായ സാഹചര്യം, ബൂത്ത് കമ്മിറ്റികൾ വരെയുള്ള കീഴ്ഘടകങ്ങളെ ഔദ്യോഗികമായി KPCC നേതൃത്വം ഉടൻ അറിയിക്കും. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വരാൻ പോകുന്ന സമ്മേളനം, അതിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ ആക്രമിക്കാൻ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പോലീസിൻ്റെ ഇടിമുറികളെ സംബന്ധിച്ച പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടക്കം. അതിനിടയിലാണല്ലോ ഒക്കെ മാറുന്ന ഒന്നായി രാഹുൽ മാങ്കൂട്ടം വിഷയം മുന്നിൽ നിൽക്കുന്നത്. ഏത് തരത്തിൽ ഉള്ള നീക്കങ്ങൾ ആണിപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്? തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഭരണപക്ഷത്തിനെതിരെ പോർമുഖം തുറക്കേണ്ട സ്ഥലത്ത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ സമാനമായ ആരോപണം നേരിട്ടവർ ഭരണപക്ഷത്തുണ്ടെന്നിരിക്കെ രാഹുലിനോട് മാത്രം എന്തുകൊണ്ട് ഇത്ര കടുത്ത തീരുമാനം എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം. ആ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകാനുള്ള ഒരു ആലോചന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തലത്തിലെടുത്ത നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് സ്പീക്കർക്ക് കൈമാറിയേക്കും. തുടർന്ന് രാഹുൽ സഭയിലെത്തിയാൽ അതിന്റെ ഉത്തരവാദിത്തം രാഹുലിന് മാത്രമായിരിക്കും, പാർട്ടിക്ക് ആയിരിക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പീക്കറോട് വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു ഏക അഭിപ്രായത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. രണ്ട് തട്ടിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ഭൂരിഭാഗം നേതാക്കളും രാഹുൽ സഭയിൽ എത്തേണ്ട എന്ന നിലപാടിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. പ്രധാനമന്ത്രി നാളെ മണിപ്പൂരിലേക്ക്. 2023 വംശീയ കലാപത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് സന്ദർശനം നടത്താൻ പോകുന്നത്. ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമാണ് മോദി എത്തുന്നത്. മോദിയുടെ സന്ദർശനത്തിൽ തൊട്ടുമുമ്പും ചുരാചന്ദ്പൂരിൽ പോലീസും പ്രദേശവാസികളും തമ്മിൽ ഏറ്റുമുട്ടി. രാകേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഈ മണിപ്പൂർ കലാപത്തിന് ശേഷം പലപ്പോഴും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ പോലും ഉണ്ടാകാറില്ല. പ്രതിപക്ഷം പലപ്പോഴായി അത് ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിനിടെയാണ് ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തുന്നത്. അതിന് തൊട്ടുമുമ്പും ഈ സംഘർഷമുണ്ടാകുന്ന പശ്ചാത്തലം എന്താണ്? മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, നാളെയാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നത്. അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ 2023 മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ സംഘർഷം തുടങ്ങുന്നത്. അതിനുശേഷം
പലപ്പോഴായി പ്രതിപക്ഷത്ത് നിന്ന് വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണം എന്ന ആവശ്യമുയർന്നിരുന്നു. പക്ഷേ അത്തരമൊരു നീക്കമൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല. ഇപ്പോഴേതായാലും സംഘർഷം തുടങ്ങി 2 വർഷം ശേഷമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. ഇതിനോടകം തന്നെ 260 പേരാണ് മണിപ്പൂരിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. പലർക്കും അവരുടെ വീടുകൾ വിട്ടു പോകേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പലർക്കും ക്യാമ്പുകളിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഏതായാലും സംസ്ഥാനത്ത് എത്തുന്നത്. നാളെ 2 ഇടങ്ങളിലായാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. ഒന്ന് ഇംഫാലിലാണ്, അത് മെയ്തൈ ഭൂരിപക്ഷ മേഖലയാണ്. മറ്റൊന്ന് ചുരാചന്ദ്പൂരാണ്, അവിടെയാണ് ആദ്യം എത്തുന്നത്. അത് കുക്കി ഭൂരിപക്ഷ മേഖലയാണ്. ഈ ചുരാചന്ദ്പൂരിലെ മോദി എത്തുന്ന അല്ലെങ്കിൽ മോദി പങ്കെടുക്കുന്ന വേദിക്ക് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെ വെച്ചാണ് ഇപ്പോൾ ഈ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് അക്രമികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു, ഫ്ലക്സുകളൊക്കെ തന്നെ സ്ഥാപിച്ചിരുന്നു. ഇത് അക്രമികൾ തല്ലി തകർക്കുകയും ഒപ്പം തന്നെ തീയിടുകയും ചെയ്തു. ഇതാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്. ഏതായാലും ലാത്തിച്ചാർജ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അക്രമികളെ പിടികൂടാൻ കഴിഞ്ഞു, നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രമല്ല സംഘർഷം ഉണ്ടായിട്ടുള്ളത്, മറ്റ് 2 ഇടങ്ങളിൽ കൂടി ഈ സമാനമായ രീതിയിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങളെന്നാണ്. ഏതായാലും നാളെ ചില പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. 2 ഇടങ്ങളിലായി ഏതാണ്ട് 8500 കോടി രൂപയുടെ പദ്ധതികളുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ തന്നെ ചുരാചന്ദ്പൂരിൽ 7200 കോടി രൂപയുടെ പ്രഖ്യാപനം, വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം മോദി നടത്തും എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. 1300 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇംഫാലിൽ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നാളെ പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ കാര്യമായ പ്രതികരണമൊന്നും തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കാനുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, നീക്കം, നിർദ്ദേശങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. 3 മണിക്കൂർ സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി സന്ദർശനം കൊണ്ട് മണിപ്പൂരിനുണ്ടായ മുറിവ് ഉണക്കാൻ കഴിയില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുമ്പോൾ മുറിവുണക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമോ? നാളെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.